സിറിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടെത്തിയത് നിരവധി കൂട്ടക്കുഴിമാടങ്ങൾ. തെക്കൻ സിറിയയിലെ ദരാ ഗവർണറേറ്റിലെ ഒടുവിലായി കുഴിമാടം കണ്ടെത്തിയത്. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ മൃതദേഹങ്ങളാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കുന്നു. ഈ മാസം ആദ്യം ബാത്ത് ഭരണം തകർന്നതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി കൂട്ടക്കുഴിമാടങ്ങളാണ് തിരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തിയത്. ഇതിന്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ദരാ ഗവർണറേറ്ററിന്റെ മധ്യഭാഗത്തുള്ള ഇസ്ര നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ തോട്ടത്തിലാണ് പുതിയ കുഴിമാടം കണ്ടെത്തിയതെന്ന് ദരാ 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ബഷർ ഭരണകൂടത്തിന്റെ സൈന്യവുമായി സഹകരിച്ചിരുന്ന സായുധ സംഘമാണ് ഇത് നിയന്ത്രിച്ചിരുന്നത്. നിലവിൽ 24 മൃതദേഹങ്ങൾ ഇതിൽ നിന്ന് നാട്ടുകാർ പുറത്തെടുത്തിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാനായി ഫോറൻസിക് മെഡിക്കൽ സംഘം പ്രദേശത്തെത്തിയിട്ടുണ്ട്. 10 വർഷം മുമ്പ് സംസ്കരിച്ച മൃതദേഹങ്ങൾ വരെ ഇവിടെയുള്ളതായാണ് വിവരം. ദരാ ഗവർണറേറ്റിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം 12 കൂട്ടക്കുഴിമാടങ്ങളാണ് കണ്ടെത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദമസ്കസിന്റെ പ്രാന്തപ്രദേശത്തുള്ള അൽ ഹുസൈൻ മേഖലയിൽ കൂട്ടക്കുഴിമാടത്തിൽ നിന്നും ആയിരക്കണക്കിന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. 2012-നും 2016-നും ഇടയിൽ പിടികൂടി വധിച്ച 10,000-കണക്കിന് പേരുടെ മൃതദേഹം ഇവിടെ ഉണ്ടാകുമെന്നാണ് അനൌദ്യോഗിക കണക്ക്. ദമസ്കസിന്റെ പുറത്തുള്ള കുഴിമാടത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം പേരുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് സിറിയൻ എമർജൻസി ടാസ്ക് ഫോഴ്സ് മേധാവി മൗവാസ് മുസ്തഫ പറയുന്നു. രാജ്യ തലസ്ഥാനത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള അൽ ഗുദൈഫയിൽ 5 കുഴിമാടങ്ങളാണുള്ളത്. സിറിയൻ പൗരന്മാർ കൂടാതെ വിദേശികളുടെ മൃതദേഹങ്ങളും ഈ കുഴിമാടങ്ങളിലുണ്ടെന്ന് മുസ്തഫ പറയുന്നു. 2011-ന് ശേഷം ലക്ഷക്കണക്കിന് പേരാണ് സിറിയയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബഷർ അൽ അസദിന്റെ പിതാവ് ഹാഫിസിന്റെയും കാലഘട്ടത്തിൽ കുപ്രസിദ്ധമായ ജയിലുകളിൽ വെച്ച് ലക്ഷക്കണക്കിന് പേരെയാണ് പീഡിപ്പിച്ച് അതിദാരുണമായി ഇല്ലാതാക്കിയത്. ഇക്കഴിഞ്ഞ ദിവസം പല രഹസ്യ ജയിലുകളും കണ്ടെത്തുകയും ഇവിടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേരെ രക്ഷിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ഉറ്റവർ ഈ ജയിലുകളിൽ ഉണ്ടോ എന്നറിയാൻ നിരവധി പേരാണ് ജയിലുകൾക്ക് മുന്നിലെത്തിയത്. ബഷറിന്റെ ഭരണകാലത്ത് കാണാതായ 1 ലക്ഷത്തോളം പേർ മരിച്ചിട്ടുണ്ടാകുമെന്ന് സിറിയയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യാവകാശങ്ങൾക്കായുള്ള സിറിയൻ കൂട്ടായ്മയുടെ തലവൻ ഫാദർ അബ്ദുൽ ഖനി പറയുന്നത് അസദിന്റെ ഭരണകാലത്ത് 1,36,000 പേരെ പിടികൂടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇതിൽ 5,000-ഓളം പേർ കുട്ടികളാണ്. അബ്ദുഗനിയും 21 പേരും അടങ്ങുന്ന സംഘവും ഇത്തരത്തിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അസദ് ഭരണം ഇല്ലാതായതോടെ സംഘം എല്ലാ ജയിലുകളും സന്ദർശിക്കുകയും അവിടെ നിന്ന് മോചിപ്പിച്ച തടവുകാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലായി 31,000 പേരെ മാത്രമാണ് വിട്ടയച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ബാക്കി വരുന്ന 1 ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാനാണ് സാധ്യതയെന്നും അബ്ദുൽ ഖനി പറയുന്നു. നിലവിൽ എല്ലാ രഹസ്യ തടങ്കൽ കേന്ദ്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സിറിയയിലെ കുപ്രസിദ്ധമായ സിദ്നയ ജയിലിൽ 10,000 പേരെയാണ് ഉൾക്കൊള്ളാനാവുക. ഇവിടെ നിന്നും 1,600 പേരെയാണ് മോചിപ്പിച്ചതെന്നും അബ്ദുൽ ഖനി വ്യക്തമാക്കി. കാണാതായ തങ്ങളുടെ ഉറ്റവരെക്കുറിച്ച് സിറിയക്കാർ ജയിലിന് പുറമെ ആശുപത്രികളിലും പരതുന്നുണ്ട്. ദമസ്കസിലെ അൽ മുജ്താഹിദ് ആശുപത്രി മോർച്ചറിയിൽ മുഖത്ത് തുവാലയിട്ട് നിരവധി പേരാണ് സന്ദർശിക്കുന്നത്. തലസ്ഥാനത്തിന്റെ പുറത്തുള്ള ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 35 മൃതദേഹങ്ങൾ അൽ മുജ്താഹിദിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ എല്ലാവരും ഒരുപോലത്തെ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇവർ സിദ്നയ ജയിലിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അൽ മുജ്താഹിദിലെ സന്നദ്ധ ഡോക്ടർ പറയുന്നു. മൃതദേഹങ്ങൾ സൂക്ഷിച്ച ബാഗുകൾ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പല മൃതദേഹങ്ങൾക്കും ദിവസങ്ങളുടെ പഴക്കമുള്ളതിനാൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ട്. മിക്ക മൃതദേഹങ്ങളിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങൾ വ്യക്തമായി കാണാനാകും. പീഡനത്തിന് പുറമെ പലരും പട്ടിണി കാരണമാണ് മരിച്ചതെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കുന്നു.